ക്രാഫ്റ്റ് കാരണം 45,000 രൂപയുടെ നഷ്ടം ഉണ്ടായി പറഞ്ഞാൽ വിശ്വസിക്കോ? പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. കണ്ടനപ്പൊ ചെയ്യണത് കണ്ട. ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു കാർഡ്ബോർഡോ പേപ്പറോ എടുത്താൽ മതി. അതിന് ഞാൻ എന്റെ അടുത്തുള്ള മടി കാരണം എങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ അടുത്തുള്ള ടാബ് വെച്ചിട്ടാണ് നൂലൊക്കെ അളവെടുത്തത്. അപ്പൊ ഞാൻ കാര്യാക്കിയില്ല. പിന്നെണ്ടടാ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞേ നോക്കുമ്പോ ടാബിന്റെ സൈഡ് ഫുള്ള് സ്ക്രാച്ച്, ടാബിന്റെ കവറെല്ലാം കീറി ഒരുമാതിരിയായി. ഈ കാര്യം എപ്പോഴും എന്റെ വീട്ടിലൊന്നും അറിയില്ല. അപ്പൊ വീട്ടിൽ ഇപ്പൊ തൽക്കാലം അറിയിക്കണില്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടാക്കിക്കണോ ചോദിച്ചാൽ ഉണ്ടാക്കിക്കണോ, ഉണ്ടാക്കിയിട്ടില്ലേ ചോദിച്ചാൽ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നും വന്നത് വേറൊന്നായിരുന്നു. പിന്നെ ഫോൺ വെയിലത്ത് ഇരുന്നിട്ട് ഇല്ലാണ്ടായിക്കണം. സൺകിസ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് ബാൽക്കണി വന്നിരുന്നത്. ബാൽക്കണിയിൽ സണ്ണ് ശരിക്കും ഉമ്മ വെച്ച പോലെ ഇരുന്നു. തളർന്ന് ഞാനും ഫോൺ ഇല്ലാണ്ടായി. എനിക്ക് ഫോൺ അവിടെ വെച്ചിട്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ ഫോൺ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഇത് ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. പക്ഷെ വന്നത് എന്താണെന്ന് കണ്ടാൽ ചിലപ്പോൾ ഇങ്ങനെ ഞങ്ങൾ എടുത്ത് എറിയും. 45,000 റുപ്യ ടാബ് നാശാക്കിയിട്ടുണ്ട്. ടാബിന് 45,000 റുപ്യാണോന്നും അതിന്റെ സ്ക്രാച്ച് വന്നിക്കണമെന്നൊക്കെ ഞാൻ ഉള്ളിൽ നിന്നെടുത്ത് പറഞ്ഞതാണ്. എന്തായാലും ടാബിന് നല്ല വില ഉണ്ട്, സ്ക്രാച്ച് വന്നിട്ടില്ല. പക്ഷേ കവറൊക്കെ നല്ല കീറി, കവറൊക്കെ പുറത്തുനിന്ന് കാണുമ്പോഴായിട്ട് ഇല്ലാണ്ടായ പോലെയാണ്. എന്നിട്ട് കണ്ട സാധനങ്ങൾ എങ്ങനെയുണ്ട്?